കേട്ടോ. അപ്പോൾ +1 +2 എത്തുമ്പോൾ നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലെയും ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് എക്സ്പോണൻസ്. ഫിസിക്സ് കെമിസ്ട്രിയിലെ ഒരുപാട് ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ എക്സ്പോണൻസിൻ്റെ ലോസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ആ രീതിയിൽ നിങ്ങൾ എക്സ്പോണൻസിനെ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താണ് എക്സ്പോണൻസ്. എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ലോ ഓഫ് എക്സ്പോണൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് എക്സ്പോണൻറ്റ് എന്നാണ്. എക്സ്പോണൻസ്, ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലോട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ 2² എന്ന് എഴുതി, അത് 4 ആണെന്ന് നിങ്ങൾക്കറിയാലോ. 2² 4 ആണ്. ഓക്കെ, 2³ ആണെങ്കിൽ എന്ത് വരും? നമുക്ക് 8 ആണെന്ന് അറിയാം അല്ലേ. അപ്പം 2ൻ്റെ പവറുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2⁻1 2 ആണ്, 2² 4 ആണ്, 2³ 8 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട എക്സ്പോണൻസ് ആണ് ഏത്? 2ൻ്റെ പവേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. 2⁻4 എന്ന് പറയുന്നത് 16 ആണ്, 2�5 എന്ന് പറയുന്നത് 32 ആണ്, 2�6 എന്ന് പറയുന്നത് 64 ആണ്, 2�7 എന്ന് പറയുന്നത് 128 ആണ്, 2�8 എന്ന് പറയുന്നത് 256 ആണ്. ഓക്കെ, 2�9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 512 ആണ്, 2�10 എന്ന് പറഞ്ഞാൽ 1024 ആണ്. അറിയാമോ നിങ്ങൾക്ക്? അറിയോ? ഈ 2ൻ്റെ പവേഴ്സ് ഇത്രയും അറിയുന്നവരൊന്ന് കൈവീശി കാണിച്ച്. ഇല്ല, ചിലർക്കറിയാം, ചിലർക്കറിയില്ല. ഓക്കെ, അപ്പം 2⁻1 മുതൽ 2�10 വരെയുള്ള ഈ ഒരു എക്സ്പോണൻഷ്യൽ വാല്യൂസ് നമുക്ക് അറ്റ്ലീസ്റ്റ് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഈ 512 ഒക്കെ നിങ്ങൾ എവിടേക്കോ കണ്ടിട്ടുണ്ട്, 128, 256 ഒക്കെ. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഈ നമ്പേഴ്സിനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എവിടെയെങ്കിലും ഈ നമ്പേഴ്സ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? യെസ്, ആരാണ്? ടോബി മോനെ ഒന്ന് പറഞ്ഞു. ഓക്കെ, എവിടെയാ കണ്ടിട്ടുള്ളത്? യെസ്, ഫോണിൻ്റെ സ്റ്റോറേജ് അല്ലേ. യെസ്, ഫോണിൻ്റെ സ്റ്റോറേജ് ഓർക്കുന്നുണ്ടോ? ഫോണിൻ്റെ സ്റ്റോറേജ് അല്ലേ. ഇപ്പോൾ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇപ്പം 1024 ബൈറ്റിനെയാണ് നമ്മൾ 1 കിലോബൈറ്റ് അഥവാ 1 KB എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ? 1024 KB ആണ് നമ്മൾ 1 MB എന്ന് പറയുന്നത് അല്ലേ. 1024 MBയെ നമ്മൾ എന്ത് പറയും? 1 GB എന്ന് പറയും. അപ്പം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് നമ്മൾ പിക്ചർ കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ ബന്ധപ്പെട്ട് അതുപോലെ നെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലേ ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ സംഭവങ്ങൾ 2ൻ്റെ പവറാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഡിജിറ്റൽ വേൾഡ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? 2 നമ്പറുകളാണ്. ഏതാണത്? ഒന്ന് 0യും 1ഉം. 0 1 ടോട്ടൽ എത്ര നമ്പറുകളുണ്ട്? 2 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പവറുകളായിട്ട് വരുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ മാത്തമാറ്റിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് പറഞ്ഞു. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫോൺ. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കോൺസെപ്റ്റാണ് ഈ 2ൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പം ഇത് പ്രധാനമായിട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തായിട്ട് സാറ് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫോമാണ്. ഓക്കെ, നോക്കുക, എക്സ്പോണൻഷ്യൽ ഫോമാണ് കേട്ടോ. എക്സ്പോണൻഷ്യൽ ഫോമാണ്. ഓക്കെ, എഴുതി വെച്ചോളൂ. എക്സ്പോണൻഷ്യൽ ഫോം. എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ A⁻B എന്ന് പറയുന്ന ഫോമാണ്. അതിൽ A എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ബേസ്. എന്താ പറയുക? ബേസ് എന്ന് വിളിക്കും. ഓക്കെ, ബേസ്. അപ്പോൾ ഇവിടുത്തെ ബേസ് എന്താണ്? 2 ആണ്. ബേസ് 2 ബേസ് 2 ബേസ് 2 ബേസ് 2 ഇവിടെയൊക്കെ ബേസ് 2 ആണ്. ഓക്കെ, ഇനി ബിയെ വിളിക്കുന്ന പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എ എന്ന് പറയുന്നത് ബേസ് ആണ്. ബി എന്ന് പറയുന്നത് ഇതൊരു കള്ളിയിൽ എഴുതി വെച്ചോളൂ. A⁻B എന്ന് പറയുമ്പം ഈ എയെ വിളിക്കുന്ന പേരാണ് ബേസ്. ബിയെ വിളിക്കുന്ന പേര് ആർക്ക് പറയാം? യെസ്, പറഞ്ഞോളൂ. ആഷ്ലിൻ മോളെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ബിയെ വിളിക്കുന്ന പേര്. യെസ്, വെരി ഗുഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണന്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഓർ, അല്ലെങ്കിൽ നമ്മൾ പറയും
പവർ എന്ന് പറയും. പവർ കേട്ടോ. ഓക്കെ, എക്സ്പോണൻ്റ് അല്ലെങ്കിൽ പവർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? എ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 3 ടൈംസ് എന്നാണ് ഇതിൻ്റെ മീനിങ്. എന്താണ്? എ മൾട്ടിപ്ലൈഡ് ബൈ 3 ടൈംസ് കേട്ടോ. മൾട്ടിപ്ലൈഡ് ബൈ എത്ര ടൈംസ് ആണ്? ബി ടൈംസ്. ബി ടൈംസ്. അതായത് നമ്മൾ 2⁴ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 2 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 4 ടൈംസ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണെന്ന് മക്കളെ? ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എക്സ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ പഠിച്ചെത്തുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ചില എക്സ്പോണൻഷ്യൽ ലോസ് ഉണ്ട്. ഓക്കെ, അതാണ് ലോസ് ഓഫ് എക്സ്പോണൻസ്. ഇതാണ് അടുത്തതായിട്ട് സാറ് പറയാൻ പോകുന്നത്. ലോസ് ഓഫ് എക്സ്പോണൻസ്. ഇത് കൈകാര്യം ചെയ്യാൻ അറിയുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരേ സമയം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിന് വെരി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് +1 തന്നെ കുറച്ച് എക്സ്ട്രാ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റുകൾ അറിയേണ്ടി വരും. അപ്പം അത് ഫിസിക്സ് ടീച്ചേഴ്സ് കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. പക്ഷേ ഈ ലോസ് ഓഫ് എക്സ്പോണൻസ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ അറിയുക എന്ന് പറയുന്നത് +1 ഓൺവേർഡ്സുള്ള ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ അതുപോലെ മാത്തമാറ്റിക്സിനും വെരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചത്. ഇതിന് തുടർന്ന് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ലോഗരിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യവും ഞാൻ ഇന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോളുക, എല്ലാവരും ശ്രദ്ധിച്ചോളുക. യെസ്, ലോ ഓഫ് എക്സ്പോണൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോ ആണ് A⁻m × A⁻n എന്ന് പറയുന്നത്. ആർക്ക് പറയാൻ പറ്റും? A⁻m × A⁻n. യെസ്, വേഗം വരട്ടെ. കാർത്തിക് മോനെ എന്ന് പറഞ്ഞു നോക്കിയേ. A⁻m × A⁻n എന്താണ്? യെസ്, ഇറ്റ് ഈസ് A⁻m + n എന്നാണ് പറയാ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു ബോക്സിൽ അടിപൊളിയായിട്ട് എഴുതി വെച്ച് A⁻m × A⁻n A⁻m + n ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്. അപ്പം മക്കളെ ഒരാൾ പറഞ്ഞേ 2�3× 3⁴ എത്രയാണ്? ആരാണ്? ആദിദേവ്. യെസ്, എത്ര വരും? 6⁻12 അല്ല. യെസ്, അവിടെയാണ് നമ്മൾ ഈ ലോ ഓഫ് എക്സ്പോണൻസ് 6⁻12 സ്വാഭാവികമായിട്ടും തോന്നും നമുക്ക് 3 × 4 12 ആണ്, 2 × 3 6 ആണ് എന്നൊക്കെ തോന്നും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. നമുക്കറിയാം, ഈ റിസൾട്ടുകളൊക്കെ നമുക്കറിയാം, പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ ചില കോമൺ മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ലോ ഓഫ് എക്സ്പോണൻസ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ ഈക്വൽ ബേസിലാണ്. ഈ ബേസ് സെയിം ആയിരിക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? ഈ ബേസ് രണ്ടും A ആണെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റില്ല. ഈ 2³ എന്ന് പറയുന്ന 8 ആണ്. 3⁴ 3 × 3 9 9 × 3 27 × 3 81. ഇതിങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ വാല്യൂ കണ്ടിട്ട് സോൾവ് ചെയ്യുക മാത്രമേ നമുക്ക് നിവർത്തിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ട് ഈ ലോസ് ഒന്നും അപ്ലൈ ചെയ്യരുത്. ഈ ലോസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ റൂള് നിങ്ങൾ പഠിച്ചിരിക്കണം. ബേസ് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ലോ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് 2⁴ × 2⁵3 × 2⁴ നമുക്ക് എങ്ങനെ എഴുതാം? 2⁵3 + 4 ആണ് മക്കളെ എഴുതേണ്ടത്. പലരും പോയിട്ട് 3 × 4 എഴുതും. തെറ്റാണ്. ഇറ്റ് ഈസ് 2�7 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ചെയ്തു വരുമ്പോൾ പലപ്പോഴും മിസ്റ്റേക്ക് കാണുന്ന ഒരു മേഖലയാണ് ഇത്. ക്ലിയർ ആയി വരുന്നത് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 × 2 ആണ് അല്ലേ? ഇൻറ്റു 2⁴ എന്താണ്? 2 × 4 തവണ 2 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയായി? 1 2 3 4 5 6 7. അങ്ങനെയാണ് 2�7 ആയി മാറിയത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 3² × 3⁻1/2 എന്താണ് മക്കളൊന്ന് പറഞ്ഞേ?
യെസ്, ഒരാൾ പറഞ്ഞു. അപ്പോൾ ഇത് ഒന്നാമത്തെ ഒരു എക്സാമ്പിളായിട്ട് എഴുതിക്കോളൂ. ഇത് രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് ഒന്ന് സോൾവ് ചെയ്ത് പറഞ്ഞേ. 3² ഇൻറ്റു 3⁻². യെസ്, പറഞ്ഞോ മോനെ. ആരാണ്? എബിൻ മോനെ പറ. ന്യൂ സ്റ്റുഡൻറ്റ് ആദ്യമായിട്ടാണോ മോനെ? അല്ല അല്ല, ഓക്കെ, നോ പ്രോബ്ലം. യെസ്, എത്ര വരും മോനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, 2 + ½ ഇറ്റ് ഈസ് 2 × 2 4 + 1 എന്ന് വരുമ്പോൾ നമുക്ക് 5/2 എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് ആദ്യത്തത്, a raised to m × a raised to n. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 7 raised to 3 × 7 raised to 5/2. ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. 7³ × 7 raised to 5/2. ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. യെസ്, വരട്ടെ. ആൻഡ്രിയ മോളെ ഒന്ന് പറഞ്ഞു നോക്കി, എത്രയാ വരിക? 11/11 ആയിരിക്കും ഉണ്ടാവുക. യെസ്, 11/2 അഥവാ 3 + 5/2. 2 × 3 11, 2 × 3 6 + 5 അല്ലെ, 6. 2 × 3 6 + 5 11/2. യെസ്, കറക്റ്റ് ആണ്. അപ്പം a raised to m × a raised to n a raised to m + n ആണെന്ന് മനസ്സിലായവരൊന്ന് കൈവീശി കാണിച്ചേ. ഇത് ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെയാണ് അല്ലേ? യെസ്, ഇതെല്ലാവർക്കും ഓക്കെയാണ്. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ഇത് ഒരുപാട് തവണ ചെയ്ത കുട്ടികളാണ് എന്ന് എനിക്കറിയാം. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാനിത് ഇവിടെ വരുന്നു. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളൂ. 5² × 5 raised to -3. യെസ്, ഒന്ന് പറഞ്ഞേ. യെസ്, 5² × 5 raised to -3. യെസ്, ആര് പറയും? യെസ് മോനെ ക്രിസ് ഒന്ന് പറഞ്ഞു നോക്കിയടാ. 5² × 5 raised to -3 വരട്ടെ. യെസ്, 2 + -3 = 5 raised to -1 എന്ന് വരും. 5 raised to -1. അപ്പം സാറ് പറഞ്ഞ ഒന്നാമത്തെ ഈ റൂള് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ 1/2 വന്നു, ഇവിടെ പവറിൽ 1/2 വരാം, അഥവാ ഫ്രാക്ഷണൽ നമ്പറുകൾ വരാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് വരാം? ഇവിടെ നെഗറ്റീവ് നമ്പറുകളൊക്കെ പവറായിട്ട് വരാം, പവറായിട്ട് എന്ത് വാല്യൂവും വരാം കേട്ടോ. ഓക്കെ, യെസ്, ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ. അടുത്തതായിട്ട് എനിക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. യെസ്, a raised to m / a raised to n ഇതെങ്ങനെ കിട്ടും? പറ. a raised to m / a raised to n എങ്ങനെ കിട്ടും? വേഗം പറ. അനുഗ്രഹ മോളെ ഒന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, ഇറ്റ് ഈസ് ക്ലിയർലി a raised to m - n. ശരിയാണ് അല്ലേ? അപ്പം ഞാൻ നോക്കാം. ഇപ്പം 2 raised to 4 / 2 raised to 2 എങ്ങനെയാണ് എഴുതുക? 2 raised to 4 - 2 = 2 raised to 2. അത് 4 എന്ന് നമുക്ക് എഴുതാം. എനിവേ, ക്ലിയർ ആയല്ലോ മക്കളെ? ഇവിടെയും ഈ ബേസ് സെയിം ആയിരിക്കണം. ബേസ് സെയിം ആണോ എന്ന് നോക്കിയിട്ട് വേണം ഈ റൂൾ അപ്ലൈ ചെയ്യാൻ. ഒരുപാട് കുട്ടികളുടെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കാണ് ഈ ബേസ് നോക്കാതെ എടുത്തിട്ട് എക്സ്പോണൻഷ്യൽ റൂൾ എടുത്തിട്ട് പെരുമാറും. അത് നമുക്ക് തെറ്റായ റിസൾട്ടിലോട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെട്ടിക്കളഞ്ഞ് നേരിട്ട് എഴുതാൻ പറ്റണം. അതായത് മക്കളെ, നിങ്ങൾക്ക് വേണ്ട എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ സ്റ്റെപ്പുകൾ പരമാവധി ചുരുക്കി. ഇപ്പം ഇങ്ങനെ വന്നു. ഇപ്പം 5 raised to 11 / 5 raised to 3 എന്ന് വന്നു. അപ്പം 11ഉം 3യും അല്ലേ? ഇവിടെ 5 raised to 11, 5 raised to 3. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? 11 - 3 8 ആണ്, 5 raised to 8 ആണ് ആൻസർ എന്ന് നമുക്ക് കിട്ടണം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയവരൊന്ന് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റൂള് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. 7 raised to 1/3 / 7 raised to 2/3 എത്രയാണ്? ഒന്ന് പെട്ടെന്ന് ചെയ്തേ. 7 raised to 1/3 / 7 raised to 2/3 മക്കളെ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയേ. എത്രയാ വരുന്നതെന്നൊന്ന് ചെയ്ത് നോക്കിയേ. യെസ്, 7 raised to 1/3 / 7 raised to 2/3. യെസ്, വേഗം വരട്ടെ. യെസ്, വരട്ടെ. യെസ്, ആരാണ്? അരവിന്ദ് മോനെ പറ.
-1/3. യെസ്, 1/3 -2/3 ആണ്. അപ്പോൾ ഇവിടെ ബേസ് ഈക്വൽ ആയത്, ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ന്യൂമറേറ്റർ മൈനസ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 7⁻⁻⁻⁻³ എന്ന് വരും. ക്ലിയർ ആയവരൊന്ന് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ. ഇനി അടുത്തതായിട്ടുള്ള റൂളാണ്. അപ്പോൾ റൂൾ 1 പഠിച്ചു, രണ്ടാമത്തെ റൂൾ പഠിച്ചു. തേർഡ് റൂളാണ് സാറ് പറയുന്നത്. നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. വാട്ട് ഈസ് a ഇൻറ്റു ബി ഓൾ റേസ് ടു m? എന്താണ് പറയാവോ? a ഇൻറ്റു ബി ഓൾ റേസ് ടു m. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ജോ പറ. a raised to b all raised to m. യെസ്, പറഞ്ഞോളൂ. a raised to b all raised to m എന്താണ്? ജോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഇല്ല, അടുത്തൊരാള് നോക്കാം. യെസ്, സൂരജ് മോനെ ഒന്ന് പറഞ്ഞു നോക്കിയാടാ. a raised to കേൾക്കുന്നില്ല. ഇതാണ്. ഈ എമ്മിനെ നമുക്ക് രണ്ട് പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. a raised to m ഇൻറ്റു p raised to m. അതായത് ശ്രദ്ധിക്കുക, ഇപ്പം 2 ഇൻറ്റു 3 ഹോൾ സ്ക്വയറിനെ നമുക്ക് എന്ത് പറയാം? 2² ഇൻറ്റു 3² എന്ന് പറയാം. അപ്പോൾ നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം, ശരിയാണോ എന്നുള്ളത് കേട്ടോ. ഒന്ന് ശരിയാണോ എന്ന് ഞാനൊരു പ്രൂഫ് പോലെ പറയാം. നോക്കുക, 2 ഇൻറ്റു 3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 ഈസ് നത്തിങ് ബട്ട് 6. 6ൻ്റെ സ്ക്വയർ 36 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. 6ൻ്റെ സ്ക്വയർ 36 ആണെങ്കിൽ എല്ലാവർക്കും അറിയാലോ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇതിനെ 2² ഇൻറ്റു 3² എന്ന് പറയാമോ? 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 4 ഇൻറ്റു 9 എന്ത് തന്നെയാണ്? 36 ആണ്. സോ നമുക്കത് പ്രൂഫായല്ലോ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടെ ഈ രണ്ട് റിസൾട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബേസ് സെയിം ആണ്, എക്സ്പോണൻറ്റ് ഡിഫറൻ്റ് ആവാം, സെയിം ആവാം. ഇവിടെയോ ബേസ് ഡിഫറൻ്റ് ആണ്, എക്സ്പോണൻറ്റ് സെയിം ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ മക്കളെ? ഈ രണ്ട് റൂളും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ഒന്ന് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യും നോക്കുക. 2 raised to 3 ഇൻറ്റു 5 raised to 3 എത്രയാണ് വരിക? ഇറ്റ് ഈസ് ആക്ച്വലി 2 raised to 3 ഇൻറ്റു 5 raised to 3. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 ഇൻറ്റു 5 the whole raised to 3 എന്ന് എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ബേസ് ഡിഫറൻ്റ് ആണ്. താഴെയുള്ള ആളെ പറയുന്ന പേരാണ് ബേസ്, മുകളിലുള്ള ആളെ പറയുന്ന പേരാണ് എക്സ്പോണൻ്റ് അല്ലെങ്കിൽ പവർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബേസ് ഡിഫറൻ്റ് ആണ്, എക്സ്പോണൻ്റ് സെയിം ആണ്. ആ സമയം നമ്മൾ 2 ഇൻറ്റു 5 എഴുതാം, ഹോൾ ക്യൂബ് എന്ന് എഴുതാം. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. 10ൻ്റെ ക്യൂബ് ഇസ് ഈക്വൽ ടു 1000. 10ൻ്റെ ക്യൂബ് 1000 ആണ്. അറിയാലോ മക്കളെ? ഇസ് ഇറ്റ് ക്ലിയർ ആയവരൊന്ന് കൈവീശി കാണിച്ചേ. യെസ്, ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിൽ നമ്മൾ തറവായിട്ട് ഉറപ്പിച്ച് വെച്ച് പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് നേരെ തിരിച്ചു വന്നാലോ, 3² ഇൻറ്റു 5³ വന്നു കഴിഞ്ഞാൽ, 3² ഇൻറ്റു 3 raised to 5 ആണെങ്കിലോ, ഇവിടെ ബേസ് സെയിം ആണ്, അപ്പം എക്സ്പണൻറ്റുകൾ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? ലോ 1 ആണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ബേസ് സെയിം ആണ്, എക്സ്പോണൻറ്റുകൾ ആഡ് ചെയ്യണം. a raised to m plus n. ഇസ് ഇറ്റ് ക്ലിയർ? ബേസ് സെയിം ആണ്, പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ 2 + 5 എന്നാണ് വരിക. ഇറ്റ് ഈസ് 3 raised to 7 ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായവരൊന്ന് കൈവീശി കാണിച്ചേ. യെസ്, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി ഒരുപാട് നിങ്ങളുടെ ഈ +1 +2 കാലഘട്ടത്തിൽ നമുക്ക് ഈ എക്സ്പോണൻറ്റുകളെ അനേകം തവണ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ലോയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, യെസ്. ഇതിൽ നമുക്ക് അടുത്തത് നാലാമതായിട്ട് പഠിക്കാനുള്ള ലോ എന്ന് പറയുന്നത്, ഇപ്പോൾ 3 ലോസ് നമ്മൾ പറഞ്ഞു. യെസ് മക്കളെ, നാലാമത്തൊരു ലോ നമുക്ക് നോക്കാം.
അടുത്ത ലോ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ എന്താണ്? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ആർക്ക് പറയാം? അടുത്ത ലോ. ഓക്കെ, എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഒന്ന് പറഞ്ഞേ. അഭിനവ് മോനെ ഒന്ന് പറഞ്ഞേ. എ റൈസ് ടു എം ഇൻറ്റു എൻ. യെസ്, കറക്റ്റ് ആണ്. എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ്. അഥവാ 2 സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2 റൈസ് ടു 6. ഇസ് ഇറ്റ് ക്ലിയർ? 3 റൈസ് ടു 5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 2 എന്നാണ് വരിക. 5 ഇൻറ്റു 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 3 റൈസ് ടു 10. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ ഈ ലോയും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ലോ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി, അതിനു മുമ്പ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങിലോട്ടാണ് പോകുന്നത്. വാട്ട് ഈസ് എ റൈസ് ടു 0? പറ, ആർക്ക് പറയാൻ പറ്റും? എ റൈസ് ടു 0, എനിത്തിങ് പവർ 0. വൈഗ മോളെ ഒന്ന് പറഞ്ഞേ. എനിത്തിങ് പവർ 0. യെസ്, എനിത്തിങ് പവർ 0 ഈസ് 1. ഏത് നമ്പർ ബേസ് ആണെങ്കിലും പവർ 0 വന്നു കഴിഞ്ഞാൽ 1 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? അതുപോലത്തെ 1 റൈസ് ടു എം എന്താണ്? 1 റൈസ് ടു എം, 1ന്റെ പവറിൽ എന്ത് വാല്യൂ വന്നാലും, യെസ്, വരട്ടെ വരട്ടെ, അറിയാത്തവരൊക്കെ എഴുതി വെച്ചോളൂ കേട്ടോ. എ റൈസ് ടു 0 1 ആണ്. 1 റൈസ് ടു എം വരട്ടെ. ആരാണ് 1 റൈസ് ടു എം? പറഞ്ഞു തരിക എനിക്ക്. പാർവതി മോളെ ഒന്ന് പറഞ്ഞേ. 1 ആണ് കേട്ടോ. അപ്പോൾ എനിത്തിങ് പവർ 0 1 ആണ്. 1 റൈസ് ടു എനിത്തിങ് 0 ആണ്. സോറി 1 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? ഇനി സാറ് പറയുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്, ഇനി സാറ് പറയുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എ റൈസ് ടു മൈനസ് എം ഇതിനെങ്ങനെ എഴുതാം? ഈ റൂൾ എങ്ങനെ എഴുതാം? അടുത്ത റൂളാണ്, എഴുതി വെച്ചോളൂ. എ റൈസ് ടു മൈനസ് എമ്മിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം? യെസ്, ഓക്കെ, വരട്ടെ വരട്ടെ വരട്ടെ. അൽഹാൻ പറയൂ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ബൈ എ റൈസ് ടു എം ആണ്. അപ്പോൾ നമ്മൾ 2 റൈസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ 2 ആണ്. അഥവാ 1 ബൈ 2 റൈസ് ടു 1 ആണ്. 2 റൈസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ബൈ 2 സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ബൈ 2. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 ബൈ 4. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ മക്കളെ? യെസ്, ഓക്കെ. അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്ന് എഴുതാം. യെസ്, നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. വാട്ട് ഈസ് 3 റൈസ് ടു മൈനസ് 5? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 3 റൈസ് ടു മൈനസ് 5. വരട്ടെ വരട്ടെ. 3 റൈസ് ടു മൈനസ് 5വുമായിട്ട് ആരാ പോകുന്നേ? ഇൽഹാം മോനെ ഒന്ന് പറഞ്ഞു നോക്കിയേ. 3 റൈസ് ടു മൈനസ് 5. 3 റൈസ് ടു മൈനസ് 5. വരട്ടെ. 1 ബൈ 3 റൈസ് ടു 5 ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. വാട്ട് അബൌട്ട് 7 റൈസ് ടു മൈനസ് 1 ബൈ 2? ഒന്ന് പറഞ്ഞേ. 7 റൈസ് ടു മൈനസ് 1 ബൈ 2. വേഗം വരട്ടെ വേഗം വരട്ടെ. ജോ പറവനെ. ജോ ഓക്കെ, അതൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോൾ 1 ബൈ 7 റൈസ് ടു 1 ബൈ 2. ഓക്കെ ഓക്കെ, ഞാൻ റൂട്ടിൻ്റെ കേസ് അടുത്ത് പറയാം കേട്ടോ മക്കളെ. അപ്പോൾ ഇത്രയും ലോസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അടുത്തത് ഇനി സാറ് പറയുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളോട് ചോദിച്ചു വാട്ട് അബൌട്ട് 4 റൈസ് ടു അല്ലെങ്കിൽ എ റൈസ് ടു 1 ബൈ 2 എന്താണ്? ഒരു നമ്പർ റൈസ് ടു 1 ബൈ 2 ആർക്കാ പറയാൻ പറ്റുക? എ റൈസ് ടു 1 ബൈ 2 ആർക്ക് പറയാൻ പറ്റും? ആരാണ്? ഏബൽ, ഏഡൻ. യെസ് മോനെ ഒന്ന് പറഞ്ഞു നോക്കേ. അറിയോ എ റൈസ് ടു 1 ബൈ 2 എന്താണെന്നറിയോ? എ റൈസ് ടു 1 ബൈ 2. യെസ് പറഞ്ഞോളൂ. എ റൈസ് ടു 1 ബൈ 2.
അല്ല. എ റൈസ് ടു 1/2 മറ്റൊരു സംഭവമാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് വരുന്നത്. യെസ്, ദേ അവിടുന്ന് ഒരുപാട് പേര് കൈവീശുന്നുണ്ട്. ആ യെസ്, ആ ഒരാൾ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം മോനെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. യെസ്, ആരാ? സിയോണ പറയുന്നുണ്ട് എ റൈസ് ടു 1/2. ആ വരട്ടെ. യെസ്, കറക്റ്റ് ആണ്. റൂട്ട് എ ആണ് കേട്ടോ, റൂട്ട് എ എന്നാണ് അത് വരുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇതാ നോക്കുക. ഇപ്പം നമ്മളോട് 4/1/2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി റൂട്ട് 4 ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 2. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. 25/1/2 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ട് 25 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 5. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? 9/1/2 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ട് 9 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 3. 2/1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ്. ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇസ് ക്ലിയർ? ക്ലിയർ ആയോ? അപ്പോൾ റേസ് ടു 1/2 പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്, റേസ് ടു 1/2 പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരാൾ പറഞ്ഞേ, വാട്ട് എബൌട്ട് എ റേസ് ടു 1/3? ഒന്ന് പറഞ്ഞേ, എ റേസ് ടു 1/3. നിരഞ്ജന മോളെ ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് എ റേസ് ടു 1/3? യെസ്, ഇറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് എ എന്നാണ്. ഫോർ എക്സാമ്പിൾ 8/1/3 ഒന്ന് കണ്ടുപിടിച്ചേ, എന്താണ്? ഇറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 8. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്താണ്? നമ്മളെങ്ങനെയാണ് ക്യൂബ് റൂട്ട് കണ്ടെത്തുക? 8നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തും. 8നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഈ 4നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4/2 എന്ന് കിട്ടും. അഥവാ നമ്മൾ ഇതിനെന്ത് വരും? ക്യൂബ് റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ 2 × 2 × 2 ആണ് 8 എന്ന് പറയുന്നത്. അപ്പം 3 2ന് ഒരു 2 നമ്മൾ ഔട്ട് സൈഡിൽ എടുക്കും. സോ 2. മറ്റൊരു മീനിങ്ങിൽ പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ് 8. അതുകൊണ്ട് ഈ ക്യൂബ് ഇങ്ങോട്ട് വന്നാൽ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്താണ്? 2 ആണ്. അങ്ങനെയും നമുക്ക് നേരിട്ട് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ എ റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ nth റൂട്ട് ഓഫ് എ ആണ്. എഴുതി വെച്ചോളൂ. എ റേസ് ടു 1/n ഈസ് nth റൂട്ട് ഓഫ് എ. യെസ്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. എ റേസ് ടു 1/n nth റൂട്ട് ഓഫ് എ ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. എ റേസ് ടു 1/n എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് എ ആണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അറിയാവുന്നതെല്ലാം വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. സിംപ്ലിഫൈ എഴുതി വെച്ചോളൂ. അപ്പോൾ ഇപ്പം പഠിച്ച ലോസ് എല്ലാം വെച്ചിട്ട് നമുക്ക് നോക്കാം. സിംപ്ലിഫൈ 2 cube into 3 cube ഡിവൈഡഡ് ബൈ നോക്കുക 6 സ്ക്വയർ. ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 2 cube into 3 cube. 2 cube into കേട്ടോ, 2 cube into. യെസ്, ആൻസർ വരട്ടെ, വേഗം വരട്ടെ. അറിയാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 1, 2 cube into 3 cube ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ. ആ ഗൗരി മോളെ ഒന്ന് പറഞ്ഞു നോക്കിയടാ, എന്താണ് വരുന്നത്? ആ 2 × 3 the whole cube വരും അല്ലേ? 2 × 3 the whole cube. പറഞ്ഞോളൂ. ബൈ 6 സ്ക്വയർ വരും. അപ്പോൾ എന്താ ആൻസർ വരിക? യെസ്, 6 ക്യൂബ് ബൈ യെസ് 6 സ്ക്വയർ വരും. അപ്പം ഈ ക്യൂബ് സ്ക്വയർ അപ്പോൾ നമുക്ക് എന്ത് വരും? 6/3 - 2 ഇറ്റ്സ് ഈക്വൽ ടു 6 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സാറ് പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത റിസൾട്ട് ഏതാണ്? AB² എന്ന് പറയുന്നത് എന്താണ്?
എ റൈസ് ടു എം ബി റൈസ് ടു എം എന്ന് പറയുന്ന റിസൾട്ടാണ്. ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് എന്താണ്? യെസ്, ഈ ഒരു സെക്ഷൻ എത്തിയപ്പോൾ സെയിം ബേസ് ആണ് എം ബൈ എ റൈസ് ടു എൻ. അതെന്താണ് വരിക? എ റൈസ് ടു എം മൈനസ് എൻ ആണ്. കണ്ടോ? ഇതുപോലെ ഒന്നിൽ കൂടുതൽ റൂളുകൾ പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് വേണം ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയവരൊന്ന് കൈവീശി കാണിച്ചേ. യെസ്. അപ്പം ശ്രദ്ധിക്കുക, ഈ പവർ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ഭീകരമായ സംഭവമാണ് നമ്മുടെ ഈ ആസ് സയൻസ് വേൾഡിൽ കേട്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും CBSE സ്റ്റുഡൻസ് ആണ്. CBSE സ്റ്റുഡൻസ് പൊതുവെ കോൺസെപ്റ്റ് അറിഞ്ഞു പഠിക്കുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ കാര്യങ്ങൾ മാത്തമാറ്റിക്കലിയാണ് ഡീൽ ചെയ്യുന്നത്. ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് ഇനി മുതൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ്. അപ്പം നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഒരു ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 × 10⁻⁻⁴ എത്രയാണ് എന്ന് പറഞ്ഞ്, ഞാൻ ഫിസിക്സ് അല്ല, നിങ്ങൾ ഫിസിക്സ് പഠിച്ചവരാ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഐൻസ്റ്റീൻ്റെ ഇക്വേഷനിൽ C എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആള്. വെലോസിറ്റി ഓഫ് ലൈറ്റ് പറഞ്ഞോളൂ. നിരഞ്ജന ഒന്ന് പറഞ്ഞോ. വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁻⁸ അല്ലേ? 3 × 10⁸ എന്ന് വരും. അപ്പം നമുക്ക് ആ വെലോസിറ്റി, അത് അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് പറയാവോ? 3 ആശ്ലീൻ യെസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അല്ലേ? മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ് അല്ലേ? അപ്പം മക്കളെ ഞാനിവിടെ ഒരു 1000 മീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 1000 എന്ന് പറഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് എന്താണ്? 10 ക്യൂബാണ്. അപ്പം ഇവിടെ 8 ഉണ്ട്, ഇവിടെ ക്യൂബ് ഉണ്ട്. 10 ആണ് ബേസ്. ആ സമയം നമുക്ക് 8 - 3 3 × 10⁵ എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇസ് ഇറ്റ് ക്ലിയർ? സാറ് എഴുതിയത് ക്ലിയർ ആയോ? അല്ലേ? അപ്പോൾ നമ്മൾ ഈ മീറ്റർ ആരായി? പെർ കിലോമീറ്റർ ആയി, km/s ആയി. ഇസ് ഇറ്റ് ക്ലിയർ? ആ യൂണിറ്റ് മാറിയത് മനസ്സിലായോ? അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കാൽക്കുലേഷൻസ് ഒക്കെ ഫിസിക്സിൽ വരും. ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സിമ്പിളായത് ഈ ഒരു സംഭവം ആയതുകൊണ്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഒന്ന് എടുക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടി സിമ്പിൾ ആയതുകൊണ്ട് മ്യൂട്ട് ചെയ്തേ. എഴുതിയോ മക്കളെ? യെസ്. അപ്പം എഴുതിക്കോളൂ. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. അപ്പം നമുക്കിവിടെ ഈ 3 × 10⁵ കിലോമീറ്റർ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പ്രകാശത്തിൻ്റെ ലൈറ്റിൻ്റെ വെലോസിറ്റി, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്. ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് 3 × 10⁵ km/s. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫാൾസ് ആണ് എൻ്റെ ചോദ്യം. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആണെന്നുള്ളവരൊന്ന് കൈവീശി കാണിച്ചേ. സയൻറ്റിഫിക്കലി ശരിയാണോ? നിങ്ങൾ പറഞ്ഞ ഇതൊക്കെ കറക്റ്റാണ്, പക്ഷേ ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയൊരു കാര്യം ആഡ് ചെയ്തിട്ടില്ല. ഈ വാല്യൂ ഒക്കെ കറക്റ്റാട്ടോ മക്കളെ. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തോ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ, ഒന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ശ്രദ്ധിക്കുക. ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ്
3 into 10 raised to 5 kilometer per second, or velocity of light is 3 into 10 raised to 8 meter per second. ഓക്കെ, രണ്ടിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തോ ഒരു കാര്യം ഞാൻ മിസ്സിംഗ് ആണ്, ഒരു എലമെൻറ്റ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് എലമെൻറ്റിനെ പറഞ്ഞു തരാൻ പറ്റുന്നവരൊന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. ആരാണ്? മുഹമ്മദ് സുലൈൽ. യെസ്, പറവനെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് സയൻസിൻ്റെ ഇനി മുതലുള്ള നിങ്ങളുടെ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തായിരുന്നു അത്? ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് 3 into 10 raised to 5 kilometer per second എന്നാണ് പറഞ്ഞത്. അവിടെ ഞാൻ പ്രത്യേകം പറയണം, ഇൻ വാക്വം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണെന്ത്? 3 into 10 raised to 5 kilometer per second. അപ്പോൾ നമ്മൾ ഇനിയുള്ള സയൻസിൻ്റെ പഠനം, നിങ്ങൾ 10ാം ക്ലാസ് വരെ എലമെൻ്ററി എഡ്യൂക്കേഷനാണ് നേടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിസിക്സ് പറഞ്ഞ ഒരാളുണ്ട്, കെമിസ്ട്രി എന്ന് പറയുന്ന ഒരാളുണ്ട്, സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ലാംഗ്വേജ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, അല്ലേ? ഇവരൊക്കെ എന്തിനാ ഏതിനാ എന്നുള്ളത് ഇനി അങ്ങോട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ശ്രദ്ധയൊന്ന് കൊടുക്കണം, നമ്മുടെ ഡെഫിനിഷൻസ് ക്ലിയർ ആവണം, ക്ലിയർ ആയിട്ട് ഡെഫിനിഷൻ പറയണം. അപ്പോൾ മാത്രമേ അത് സയൻസ് ആവുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പം 3 into 10 raised to 5 kilometer per second എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഞാനിത് പറയാൻ വന്ന കാര്യം എന്താ അറിയോ? നിങ്ങൾക്കിതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കാട്ടോ. നോക്കാം. 3 കഴിഞ്ഞിട്ട് 5 zeros ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? 3 കഴിഞ്ഞ് 5 zeros ഉണ്ട്. അതാണ് ആക്ച്വലി 10 raised to 5 എന്ന് പറയുന്നത്. അറിയാലോ മക്കളെ? 10 raised to 1 എന്ന് പറഞ്ഞാൽ 1 0, 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 0, 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 0. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ 10 raised to 5 എന്ന് പറഞ്ഞാൽ 5 zeros ഉണ്ടാവും. അഥവാ 1 2 1000 10,000 30,000 അല്ല, അപ്പോൾ എത്ര വരും? 3 into 3 lakh അല്ലേ മക്കളെ? 3 lakh അല്ലേ വരിക? യെസ്, 3 lakh അല്ലേ? 100 1000 10,000 30,000 അല്ല, 3 lakh അല്ലേ മക്കളെ? 3 lakh അല്ലേ ഇത്? ഒന്ന് പറഞ്ഞേടാ, ഒന്ന് എണ്ണി പറഞ്ഞ്. യെസ്, ഒരാൾ ചോദിച്ചത് എത്രയാണ് വായിക്കുക? യെസ്, ഇത് എത്രയാണ് വായിക്കുക? ഹോസ്റ്റിൻ പറഞ്ഞോളൂ. 3 lakh ആണോ? 3 ആണോ 30 lakh ആണോ എന്ന് എൻ്റെ ചോദ്യം. 3 30 300 3000 30,000 3 lakh. യെസ്, കറക്റ്റാണ്, 3 lakh. ഓക്കെ, അപ്പോൾ 3 lakh ആണെന്ന് പറഞ്ഞു. ശരിയല്ലേ മക്കളെ? നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേട്ടോ. എൻ്റെ ചോദ്യത്തിലോട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 lakh kilometer per second ആണെന്ന് പറഞ്ഞു. ഒരാൾ വന്നിട്ട് പറഞ്ഞു 3 into 10 raised to 4 kilometer per second ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സി. സിയുടെ ഏകദേശ വില 10 raised to 4 എന്ന് എടുക്കാവോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എടുക്കാവോ? ഇല്ല. കാരണം ഇവർ തമ്മിൽ അടുത്തുള്ള രണ്ട് നമ്പറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അല്ലേ? ഒരു ഫീല് വരുന്നുണ്ട്. എന്താണ്? 3 into 10 raised to 5ഉം 3 into 10 raised to 4ഉം അടുത്തടുത്ത നമ്പറാണോ? അല്ല. ഇതെത്ര വരും? 4. വെറും എത്രയോ വരുന്നുള്ളൂ? 30,000 മാത്രമേ വരുന്നുള്ളൂ. ഇത് 3 lakh ആയി. 3 lakhും 30,000ഉം തമ്മിൽ എന്തുണ്ട്? ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് മനസ്സിലാക്കണം. നിങ്ങൾ ഇനി ഫിസിക്സിൽ ഒരുപാട് ടൈപ്പ് എക്സ്പോണൻറ്റുകൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. 10th നിങ്ങൾ പഠിച്ചല്ലോ, കെമിസ്ട്രിയിൽ പഠിച്ചില്ലേ? 6.022 into 10 raised to 23 അല്ലേ, ഓർ 24. ഇതിനൊരു പേരുണ്ടല്ലോ നിങ്ങൾ പഠിച്ചേ. യെസ്, ആ പേരൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കെമിസ്ട്രിയിൽ നിങ്ങൾ മോൾ കോൺസെപ്റ്റിൽ പഠിച്ചതാണ്. പറ. ജിയാനി. യെസ്, പറ. ഈ നമ്പറിനൊരു പേരുണ്ട്.
അറിയില്ല? 10th പഠിച്ചില്ല? 10th 9th എവിടെയോ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. യെസ്, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഇപ്പൊ പറയാം. ആരാണ്? റോസ്. യെസ്, റോസ് മോളെ ഓർക്കുന്നുണ്ടോ? ഈ നമ്പർ ഓർക്കുന്നുണ്ടോ? 6.022 ഇൻറ്റു 10 ഏതാണ്? യെസ്, അവഗാഡ്രോസ് കോൺസ്റ്റന്റ് ഓർ നമ്പർ ഓഫ് അവഗാഡ്രോ, അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ മക്കളെ? ഇവിടെ ഒരാളെ കണ്ടോ നിങ്ങൾ? 10⁻23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 10⁻23 ആ നമ്പറിന്റെ ഒരു വലിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ നമ്പർ എത്രത്തോളം ബിഗ് ആണ്, എത്രത്തോളം ലാർജ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് എന്ത്? ഇപ്പൊ H2O എന്ന് പറയുമ്പോൾ അതിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടോ? H2O മോളിക്കുലാർ മാസ് ഹൈഡ്രജൻ 2, ഓക്സിജൻ 16. അപ്പൊ ടോട്ടൽ 18 ആണ് വാട്ടറിന്റെ മോളിക്കുലാർ മാസ്, അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവഗാഡ്രോ പറയുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 18 gram ഓഫ് H2O കണ്ടെയ്ൻസ് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് എന്നല്ലേ നമ്മുടെ മോൾ കോൺസെപ്റ്റ് പറയുന്നത്? എനിക്ക് കെമിസ്ട്രി വല്ലാതെ അറിയില്ല, നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. ഇതല്ലേ നമ്മുടെ മോൾ കോൺസെപ്റ്റ് പറയുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ എത്ര മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നിങ്ങളോട് പറഞ്ഞേ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്കിയാടാ. 6 ഇപ്പം 23 ആണ്. അപ്പം ഞാൻ 3 അല്ലേ? അപ്പം ഇവിടെ 3 ഡെസിമൽ ഞാൻ ചെയ്തു. ബാക്കി 23-ൽ ഇനി എത്ര ഡെസിമൽ ഉണ്ട്? 20 ഡെസിമൽസ് ഉണ്ട്, അല്ലേ? അപ്പൊ 20 ഡെസിമൽസ് ഇവിടെ 20 zeros ഉണ്ട്. ഇന്ന് എഴുതിയാൽ തീരൂല, അല്ലേ? ഇങ്ങനെ പോയി 20 zeros ഉണ്ട്. എത്ര ബിഗാണ് ഈ നമ്പർ എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? വെറും 18 gram H2O എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം, അല്ലേ? അല്ലെങ്കിൽ കുറച്ച് വെള്ളം. 18 gram എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് വെള്ളം. അതിൽ ഇത്രയും മോളിക്യൂൾസ് എന്നുണ്ട് പറയുമ്പോൾ ഈ നമ്പർ നിങ്ങളെ തലച്ചോറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വരുന്നുണ്ടോടാ? തലച്ചോർക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബ്യൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ അത് നമ്പറുമായി കണക്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ വേഗമായിട്ട് പഠിച്ചു പോയാൽ പോരാ, ലിറ്റിൽ ബിറ്റ് എന്ത് ചെയ്യണം? ഡീപ്പായിട്ട് തിങ്ക് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ ആയോ? അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. നോക്കുക, 6022 കഴിഞ്ഞിട്ട് 20 0. ഇപ്പൊ നമ്മള് 5 0 വന്നപ്പോഴേ നമ്മൾ 2 വട്ടം ചെക്ക് ചെയ്തു, അല്ലേ? 5 0 വന്നപ്പോൾ ഇത് 30,000 ആണോ 30 lakh ആണോ 3 lakh ആണോ എന്ന് നമ്മൾ 2 വട്ടം ചെക്ക് ചെയ്തു. നമ്മളോട് 20 0 വന്നു കഴിഞ്ഞാൽ ഇത് എത്ര നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് വരും അവിടെ, അല്ലേ? യെസ്, ഇസ് ഇറ്റ് ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് വലിയ കാര്യം പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പേടിപ്പെടുത്താനല്ല, പക്ഷേ ലിറ്റിൽ ബിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സയൻസ് പഠിച്ചെടുക്കാം. അത്രയും വണ്ടർഫുൾ ആണ് ഈ സയൻസിൻ്റെ കോൺസെപ്റ്റ്. മാത്തമാറ്റിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ. ഇസ് ഇറ്റ് ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ നിങ്ങൾ 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ നമ്പർ, ചെറിയ കാര്യമായി തോന്നും. പക്ഷെ ആ 20 0 അങ്ങ് ചേർക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ലെങ്ത് എത്രയുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ആയോ? അപ്പോൾ ഈ എക്സ്പോണൻസ് എന്ന് പറയുന്നത് വളരെ അധികം നമുക്ക് പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഈ 1000 ഉം 100 ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ 2 കഴിഞ്ഞ് ഒരു സംഖ്യ ഇവിടെ കൂടുന്നുള്ളൂ, അല്ലേ? ഒരു നമ്പറേ നമുക്ക് അധികം വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് വളരെ വൈഡായിട്ട് നാച്ചുറൽ സയൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് എക്സ്പോണൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മൾ ബയോളജിയിലടക്കം ധാരാളം ആപ്ലിക്കേഷനുകളാണ് എക്സ്പോണൻസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. യെസ് മക്കളെ, ഇനി ഞാൻ അടുത്തൊന്ന് മക്കൾക്ക് സിംപ്ലിഫൈ ചെയ്ത് തരാൻ പറയുന്നത് ഇതാണ്. മക്കളെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത്, ഇപ്പോൾ 2⁻74 മൈനസ് 2⁻32 ഒന്ന് ചെയ്യാൻ പറ്റുമോ? യെസ്, ഒന്ന് സിംപ്ലിഫൈ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യെസ് റിഷാൻ മോനെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഞാൻ ഇങ്ങനെയുള്ള നമ്പറുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും വേണ്ടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, യെസ്. 2⁻74 2⁻32. യെസ്, വരട്ടെ മക്കളെ. ആരാണ്? 2 എന്ത് വരും? 2⁻74 മൈനസ്
മൈനസ് 32. 2⁻⁴ -32. അപ്പോൾ നമുക്ക് എന്ത് വരും മക്കളെ? നോക്കിക്കോളൂ. 2⁻⁴ -32. 74 + 32 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് വരും? 2 എത്ര വരും? 8. 108 എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? അല്ല, 106. റൈറ്റ്, ക്ലിയർ ആണോ മക്കളെ? യെസ്, ഓക്കെ. അപ്പോൾ നോക്കുക, ഇതൊക്കെ ഈ ടൈപ്പ് നമുക്ക് അധികവും വരുന്നത് നമ്മുടെ എന്തിലാണ്? ഫിസിക്സ്, കെമിസ്ട്രിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. എസ്പെഷ്യലി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്, നമ്പർ ഓഫ് അവഗാഡ്രോ, അതിൽ മൊളാലിറ്റി, നോർമാലിറ്റി എന്നൊക്കെ പറഞ്ഞ പല കോൺസെപ്റ്റുകളും നിങ്ങൾ കെമിസ്ട്രിയിൽ വരാനുണ്ട്. ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി അടുത്ത ആർക്കേലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. നോക്കുക. യെസ്. 4⁻3/2. യെസ്, ഇതൊന്ന് എഴുതുക. ക്വസ്റ്റ്യൻ എഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? സിംപ്ലിഫൈ. യെസ്. 4⁻3/2. യെസ്, പറഞ്ഞോളൂ. വരട്ടെ ആൻസറുമായിട്ട് വരട്ടെ. ആരാണ്? ഋഷിക് മോനെ ഒന്ന് പറഞ്ഞേ. 4⁻3/2 ഒന്ന് പറഞ്ഞേ മോനെ. ഋഷിക്ക് ഇന്ന് പുതിയ ക്ലാസ്സാ? ആദ്യത്തെ ക്ലാസ്സാ? ഓക്കെ. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളായി സാറ് പറയുന്നത് കേട്ടോ, പുതുതായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ. യെസ്. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയത്. 4⁻3/2. യെസ്. ഓക്കെ. ഇല്ല, കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഇതെങ്ങനെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. യെസ്. അടുത്തൊരാൾ. അബിയ. നെറ്റ് പോയതാ? യെസ്. അടുത്തൊരാള് ആരാണ്? മാനസി. യെസ്, മാനസി മോനെ ഒന്ന് പറഞ്ഞു നോക്കി. 4⁻3/2 എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 4നെ 2² എന്നാക്കാം. 4നെ നമുക്ക് എന്ത് ചെയ്യാം? 2² എന്ത് പറയാം? യെസ്, എന്ത് പറയാം? /2 എന്ന് പറയാം അല്ലേ? ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം? യെസ്, 2 ക്യാൻസൽ ചെയ്യാം. എന്തുകൊണ്ട്? യെസ്, 2⁻2 × 3/2 എന്ന് പറയാം അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് ഏതാണ്? a⁻m⁴n. എന്താണ്? a⁻m × n ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. അപ്പം ഇത് രണ്ടും പ്രോഡക്റ്റ് നടത്തിയാൽ 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ആൻസർ ഇറ്റ് ഈസ് 2³ = 8. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി സപ്പോസ് ഇവിടെ എന്തില്ല, ഇവിടെ നമുക്ക് ഈ കറക്റ്റ് ഈ സ്ക്വയർ അറിയാത്തൊരു നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം? യെസ്, നോക്കിക്കോളൂ കേട്ടോ, എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത് കൂടി. യെസ്, എന്താ ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചോദിച്ചു നോക്കി. ഇല്ല. ഓക്കെ. മെസ്സേജ് ഒന്ന് എടുത്ത്. ആരാ? കോൾ മീ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. കോൾ മീ, അതാരാ? യെസ് മക്കളെ, ഇവിടെ നമുക്ക് ഇങ്ങനെയാണ് വന്നതെങ്കിലോ 3⁻2 അല്ലെങ്കിൽ നോക്കുക ഇങ്ങനെയാണെങ്കിലോ നോക്കുക. ഓക്കെ, 3⁻3/2. അപ്പം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം നോക്കട്ടോ. ഇതിനെ ഞാൻ 2 പാർട്ടായിട്ട് മാറ്റിയാണ്. 3 × 1/2 എന്ന് എഴുതിക്കൂടെ മക്കളെ? ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആവരൊന്ന് കൈവിശി കാണിച്ചേ. 3/2നെ 3 × 1/2 എന്ന് എഴുതി. ഇതിനെ നമുക്ക് ഈ ഇൻറ്റുവിനെ നമ്മൾ നേരത്തെ പറഞ്ഞു a⁻m × n എന്ന് പറഞ്ഞാൽ a⁻m⁴n എന്ന് എഴുതാം. ഈ റിസൾട്ട് സാർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ 3³1/2 എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? 3യുടെ ക്യൂബ് എത്രയാടാ?
27 ആണ്. 3 × 3 9 × 3 27 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 27 2/7 അല്ല 27 ഹോൾ റേസ് ടു 1/2. അപ്പോൾ നമുക്ക് √27 എന്നതിൻ്റെ സിമ്പിൾ ഫോം എഴുതാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് സിംപ്ലിഫൈ 3/3 വന്നാൽ എന്ത് ചെയ്യാം? ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ 4 2ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വഴി പോയാൽ ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ നോക്കുക 3/3/2 ഇറ്റ് ഈസ് 3/3 × 1/2. സോ 3/3 × 1/2. 3യുടെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. റേസ് ടു 1/2 വന്നാൽ സ്ക്വയർ റൂട്ടാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയവരൊന്ന് കൈവീശി കാണിച്ചേടാ അടിപൊളിയായിട്ട്. യാസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ചെറിയ ഒരു ഇടവേള എടുക്കാം. യെസ്, ക്വസ്റ്റ്യൻ ദേ വരുന്നു. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചോളാം. 9 ഓക്കെ, യെസ്, ഓക്കെ. നോക്കൂ, 9 അല്ല 3 ഓക്കെ 3/2/3 9/2/3 എന്ന് പറഞ്ഞേ. യെസ്, 9/2/3 ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? 9/2/3. യെസ്, വരട്ടെ 9/2/3 ആരാ? ദേവാങ്ക്. യെസ് മോനെ പറഞ്ഞേ 9/2/3. നയൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം 2/3 എന്ന് പറഞ്ഞേ? ഇവിടെ 3/2-നെ 3 × 1/2 പറഞ്ഞു. അപ്പോൾ 2/3-നെ 3 സ്ക്വയറോ? ഇവിടെ നോക്കൂ, 3/2 മീൻസ് 3 × 1/2, അതായത് ന്യൂമറേറ്റർ ഇൻറ്റു 1 ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എത്രയാ? യെസ്, ഇൻറ്റു 1/3 എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഈ 9 സ്ക്വയർ ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതി ഇൻറ്റു 1/3. ഇത് 9 അല്ലേ? അങ്ങനെ എഴുതാം, നോ പ്രോബ്ലം. 3 സ്ക്വയർ ഇൻറ്റു 1/3 അങ്ങനെയും എഴുതാം, നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പോകുന്നു. ഓക്കെ, സോ നമുക്ക് 9 സ്ക്വയർ 81 ആണ്. റേസ് ടു 1/3 എന്ന് വരും. ഇറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് 81 എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ മോൻ പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. യെസ്, ഈ 9-നെ സാറ് 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 2/3 എന്ന് എഴുതി. അപ്പം ഈ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/4/3 എന്ന് വരും. അപ്പോൾ നമുക്ക് 3/4 × 1/3 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് 3/4 ഹോൾ റേസ് ടു 1/3 വരും. 3/4 എന്താണ്? 3 × 3 9 × 3 27 × 3 81 തന്നെയാണ്. 81/1/3 എന്ന് ദ സെയിം റിസൾട്ട് കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ മോനെ? ക്ലിയർ ആയവരെന്ന് കൈവീശി കാണിച്ചേ. യെസ്, അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പോണൻറ്റുകൾ, വ്യത്യസ്ത ടൈപ്പ് എക്സ്പോണൻറ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യാനുണ്ടാകും കേട്ടോ മക്കളെ. ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരിക. അതിനുശേഷം നമുക്ക് പുതിയൊരു സാധനം പഠിക്കാം. ഓക്കെ, തിരിച്ചു വരും, എല്ലാവരും തിരിച്ചു വരും മക്കളെ. വരട്ടെ, എല്ലാവരും തിരിച്ചു വരട്ടെ. യെസ്, അപ്പോൾ ഞാനിന്ന് ഒരു മേഖല പറഞ്ഞു അല്ലേ, ഏതാണ്? എക്സ്പോണൻസ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, എങ്കിലും നമുക്കിനി ഒരുപാട് കാൽക്കുലേഷൻസ് അത്തരം കാര്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ലിറ്റിൽ ബിറ്റ് സ്പീഡായിരിക്കണം. അതുപോലെ നമ്മളിപ്പം ഈ ഒരു കോഴ്സ് ഇങ്ങനെ നമ്മൾ ബേസിക്സ് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിനി എന്താണ്, ഒരു മിനിറ്റ്, ഓക്കെ, നമ്മൾ ഇനി +1 സയൻസ് പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. അപ്പം ഈ +1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ടു ഹയർ സ്റ്റഡീസ് ആണ്. അപ്പോൾ 10ാം ക്ലാസ് വരെ നമ്മൾ എഡ്യൂക്കേഷനെ നമ്മൾ പറയുന്നത് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്നായിരുന്നു. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ 10 വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് അടുത്ത് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനാണ്. അപ്പോൾ 2 ടൈപ്പ് എഡ്യൂക്കേഷനാണ്. ഒന്ന് എലമെൻ്ററി എഡ്യൂക്കേഷനും അടുത്ത് ഹയർ എഡ്യൂക്കേഷനും. ഈ എലമെൻ്ററി എഡ്യൂക്കേഷൻ്റെയും ഹയർ എഡ്യൂക്കേഷൻ്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജാണ് എന്ത്, നിങ്ങളുടെ +1 എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ആയോ? അപ്പോൾ +1-ൽ എന്താണ് വേണ്ടത്? നിങ്ങൾ ഏത് മേഖലയിലോട്ട് പോവുകയാണെങ്കിലും
അവിടെ നിങ്ങൾക്ക് ഈ +1 +2 ആണ് ബേസിക്. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് കോൺസെപ്ഷ്യലായിട്ട് ലേൺ ചെയ്യണം കേട്ടോ. അപ്പോൾ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണം. ഇപ്പോൾ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവില്ല, +1 +2 നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്തായിരുന്നു അത്? ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? +1 +2 നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു പോകും ഫ്രം മൈ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത് നേടുന്നവരെയും നേടാത്തവരെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഈ പറയുന്നത്. ഏത് നേടുന്നവരെ? എൻട്രൻസ് നേടി ഹയർ സ്റ്റഡീസിന് പോകുന്നു, എൻട്രൻസ് നേടാതെ ഹയർ സ്റ്റഡീസിന് പോകുന്ന 2 ടൈപ്പ് കാറ്റഗറി സ്റ്റുഡൻസിനെയും നമ്മൾ മീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ചില കാര്യങ്ങൾ പറയുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എനിക്കൊരിക്കലും ഇത് എൻട്രൻസ് നേടാത്തവരാണെന്ന് അവരെ മോശമാക്കാനോ എൻട്രൻസ് നേടിയവരെ നന്നായി പറയാനോ അത് മാനസികമായി എനിക്ക് കഴിയില്ല. പക്ഷേ എനിക്ക് എൻട്രൻസ് കിട്ടിയ കുട്ടികളുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ അതിൽ അവർ സ്വീകരിക്കുന്ന ചില ലേണിംഗ് ടെക്നിക്സ് ഉണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. അണ്ടർസ്റ്റാൻഡ്, യെസ്, പഠിക്കുക, കോൺസെൻട്രേഷൻ, അണ്ടർസ്റ്റാൻഡ് ഒന്നാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പലരും ക്ലാസ് കേട്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിൽ കിട്ടുന്ന പോലെ കുറേ കോൺസെപ്റ്റ്, അതിൻ്റെ പ്രോബ്ലംസ്, അങ്ങനെയല്ല. യെസ്, എൻ്റെ കോളേജ് എന്ന് പറയുമ്പോൾ ഞാൻ 2 കോളേജ് പഠിച്ചു, 2 അല്ല 4 കോളേജിൽ റെഗുലറായി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ കഥ ഞാൻ പിന്നെ പറയാം. 4 കോളേജിൽ റെഗുലറായി പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം ഞാൻ JEE മെയിൻസ് ക്ലിയർ ചെയ്തു, പക്ഷേ ആ വഴിക്ക് പോകാൻ പറ്റിയില്ല. അഡ്വാൻസ്ഡ് ക്ലിയർ ആയില്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വഴിക്ക് പോകാൻ പറ്റിയില്ല. എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തു, പക്ഷേ ആ വഴിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പിന്നീട് റൂട്ട് മാറിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 4 കോളേജിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ വലിയ കാര്യമില്ല. 4 BSc മാത്സ്, MSc മാത്സ്, MSc സ്റ്റാറ്റി, B.Ed മാത്സ്, 4 ഡിഫറെൻറ്റ് കോളേജിലാണ്. 2 PG. ഓക്കെ, അത്രയേ ഉള്ളൂ, 4 കോളേജ്. ഓക്കെ, പിന്നെ KTET 1, 2, സെറ്റ്, നെറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്ത ആളാണ്. ഓക്കെ, പോരെ? ഇനി എന്തെങ്കിലും പറയണോ? വേണ്ടല്ലോ. യെസ്, അപ്പോൾ അതിൽ വലിയ കാര്യമില്ല. അപ്പം ശ്രദ്ധിച്ചോളുക നിങ്ങൾ. എനിക്ക് ഈ 2 കാറ്റഗറി സ്റ്റുഡൻസ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ആരും ഓർക്കുന്നില്ല. പക്ഷെ അങ്ങനെ പാടില്ല. ഞാനിങ്ങനെ ഇടയ്ക്കിട്ട് ഓരോ കാര്യങ്ങൾ പറയാം, അതവിടെ ഇങ്ങനെ നുറുങ്ങ് പോലെ എഴുതി വെച്ചോളണം. അതിലൂടെ നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റാണ് നിങ്ങളുടെ സക്സസ് കേട്ടോ. അതേ വരുന്ന ആരാണ്? പ്രാക്ടീസ്. യെസ്, പ്രാക്ടീസ് നിങ്ങൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. മാത്സിനും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് 3ഉം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് NCERT ബുക്ക്. യെസ്, ഓൺ ഹൂ സ്റ്റഡി ആൻഡ് ഓൺ ഹൂ അണ്ടർസ്റ്റാൻഡ്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അതൊക്കെ നിങ്ങളോട് എല്ലാവരും പറയുന്ന. പക്ഷെ ഞാൻ മാത്രമായി പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, ആർക്കും ഓർമ്മയില്ല. ഞാനൊരിക്കൽ ഇങ്ങനെ എഴുതി വെച്ചായിരുന്നു. എന്താണത്? യെസ്, ഈ കാര്യം ഓർക്കുന്നുണ്ടോ? യെസ്, സ്റ്റഡി NCERT, RD ശർമ്മ, ഓസ്വാൾഡ്. ഓക്കെ, അല്ല RD ശർമ്മ ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ കയ്യിൽ എത്ര പേരിലുണ്ട് എന്ന് എനിക്കറിയില്ല. 10th മാത്തമാറ്റിക്സ് ബുക്ക് റീഡ് ചെയ്തവർ, കംപ്ലീറ്റ് ആയിട്ട് വായിച്ചവർ എത്ര പേരുണ്ട്? 10th മാത്സ് ബുക്ക് വായിച്ചവർ എത്ര പേരുണ്ട്? യെസ്, വെരി ഗുഡ് കേട്ടോ. ഈ ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ട്. യെസ്, വെരി ഗുഡ്. സാധാരണ ഇത്ര അധികം ആളുകൾ റൈസ് ഹാൻഡ് ചെയ്യാറില്ല, പക്ഷേ വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണത്. മക്കളെ, നിങ്ങളുടെ ഫിസിക്സ് ബുക്കും കെമിസ്ട്രി ബുക്കും മാത്സിൻ്റെ ബുക്കും വായിക്കണം. ഇസ് ഇറ്റ് ക്ലിയർ ആയോ? ഡെയിലി ഒരു അരമണിക്കൂർ സമയം ഈ പുസ്തക വായനയ്ക്ക് ചിലവഴിക്കണം. ഈ വായന എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ അത് ഞാൻ 1ാമത്തത് പറഞ്ഞു, റീഡിങ് അല്ലേ. 2ാമതായിട്ട് അതിൽ ചെയ്യേണ്ട മറ്റൊരു ആക്ടിവിറ്റി കൂടി പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലോട്ട് നമുക്ക് പോവാം. 2ാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ടേക്ക് യുവർ ഓൺ നോട്ട്സ്. ആ നോട്ട് എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഒബ്ജക്റ്റീവ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗമാണ് വായിക്കുന്നത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ട്രിഗണോമെട്രിയാണ് വായിക്കുന്നത് വിചാരിക്കുക. ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യണം? ഈ ട്രിഗണോമെട്രിയിലുള്ള റിസൾട്ടുകളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു എഴുതി വെക്കണം. എന്താണ് സൈൻ തീറ്റ? ആദ്യം നിങ്ങൾ നല്ല ഒരു ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ.
നല്ല ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതിന് കിട്ടുന്ന റിസൾട്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അതിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? മുഴുവനും ലിസ്റ്റ് ചെയ്ത് വെക്കണം. അതിനൊരു നോട്ട്ബുക്കോ ഞാൻ സ്വീകരിച്ചിരുന്ന മാർഗം എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇത് മാത്തമാറ്റിക്സിനും ഫിസിക്സിനും അത്ര യൂസ്ഫുൾ അല്ല, പക്ഷേ ബയോളജിക്കും കെമിസ്ട്രിക്കുമാണ് ഏറ്റവും എനിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത് സ്വീകരിച്ചിരുന്ന ഒരു A4 ഷീറ്റ് എടുക്കും. ആ A4 ഷീറ്റ് തീരുന്നത് വരെ എന്ത് ചെയ്യും? നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ ആയോ? അപ്പോൾ ആ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈച്ച് ലൈന് നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നോട്ട് എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഇയർ ചിലപ്പം ഈ ഒരു ആക്ടിവിറ്റി ഒരു സബ്ജക്റ്റിൻ്റെ ഒരു 3 ചാപ്റ്ററൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റൂ. പക്ഷേ നിങ്ങളുടെ IQ ലെവൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലുള്ളതിനേക്കാൾ ഒരു 300 മടങ്ങ് അധികമായിട്ടുണ്ടാവും. നിങ്ങളുടെ തലച്ചോറിൻ്റെ എബിലിറ്റി കേട്ടോ. നമ്മുടെ ബ്രെയിനിൻ്റെ എബിലിറ്റി ആണല്ലോ അതിൽ ഏറ്റവും പ്രധാനം. ബ്രെയിനിനെ നമ്മൾ പിടിച്ചിരുത്തണമെങ്കിലുള്ള ഏറ്റവും നല്ല ആക്ടിവിറ്റിയാണ് ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിക്കുക. അതിന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തും ഇമ്പോർട്ടൻറ്റോ അൺഇമ്പോർട്ടൻറ്റോ എന്തോ ആയിക്കോട്ടെ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. അതെപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയെന്നറിയോ? നിങ്ങൾ എൻട്രൻസ് എഴുതി വരുമ്പോൾ നിങ്ങൾ എഴുതിയ ഏതെങ്കിലുമൊക്കെ പോയിന്റ് ആയിരിക്കും ഉത്തരങ്ങൾ. ഇസ് ഇറ്റ് ക്ലിയർ? പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ NCERT കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് അതിഗംഭീരമായിട്ട് എന്ത് ചെയ്യാം? ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു. ഒന്ന് റീഡ് ചെയ്യുക, നോട്ട് എഴുതുക. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? യെസ്. അപ്പോൾ മറ്റൊരു നോട്ട്ബുക്കിനെ ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നോട്ട്ബുക്ക്. ഓക്കെ, ആ സാധനം നമ്മളിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, കം ടു ദി പോയിന്റ്. അപ്പോൾ ഞാനൊരാളെ പരിചയപ്പെടുത്താം. ലോ ഓഫ് എക്സ്പോണൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം. ജസ്റ്റ് നിങ്ങളുടെ ഒരു ജനറൽ നോളജിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ലിയോനാർഡ് ഓയിലർ എന്ന് വായിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ ഇയാളെ ലിയോൺഹാർഡ് യൂളർ എന്നും വായിക്കാറുണ്ട്. ഓയിലർ എന്ന് വായിക്കാം, യൂളർ എന്നും വായിക്കാം കേട്ടോ. 2 രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഏതാണെന്ന് ഇതുവരെ കൃത്യമായിട്ടില്ല കേട്ടോ. വിദേശികളൊക്കെ ഓയിലേഴ്സ് എന്നാണ് പറയുക, ഓയിലേഴ്സ് റൂൾ എന്ന് പറയും. അദ്ദേഹം കണ്ടെത്തിയ ഒരു ഇറാഷണൽ നമ്പറാണ് ഈ ഇറാഷണൽ നമ്പർ എങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് അങ്ങനെ കുറച്ച് കോൺസെപ്റ്റുകൾ അറിയണം. അത് നമുക്കിപ്പോൾ തൽക്കാലം അതിലോട്ട് പോകുന്നില്ല. ആ ഒരു വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.718 ആണ്. അത് ബേസ്ഡ് ഓൺ ദ നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് അത് എടുത്തിട്ടുള്ളത്, അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് ബേസ് ചെയ്തുകൊണ്ട് അയാൾ ഒരു ഫംഗ്ഷൻ നിർമ്മിച്ചിട്ടുണ്ട്. അതിനാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, e⁻x എന്ന് പറയും. ഓക്കെ, e⁻x. ഞാനിപ്പോൾ എക്സ്പോണൻറ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടേം നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്തി എന്ന് മാത്രം കേട്ടോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. e⁻x ഈസ് കോൾഡ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കേട്ടോ. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നമുക്ക് എൻട്രൻസ് ലെവലിലുള്ള മാത്തമാറ്റിക്സിലും നിങ്ങളുടെ കെമിസ്ട്രിയിൽ ഒക്കെ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്ന മറ്റൊരു കോൺസെപ്റ്റാണ് അടുത്ത് പഠിക്കുന്നത്. ഇതേ വരുന്നു നമ്മുടെ കോൺസെപ്റ്റ്. യെസ്, ഓക്കെ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻x എന്ന് പറയും കേട്ടോ. എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 2.71 അപ്രോക്സിമേറ്റ്ലി കേട്ടോ. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റിൻ്റെ പേര് എഴുതി വെച്ചൊരു ലോഗരിതം. ഈ സംഭവം കേട്ടവരൊന്ന് റൈസ് ഹാൻഡ് എഴുതി. ലോഗരിതത്തെക്കുറിച്ച് കേട്ടവരൊന്ന് റൈസ് ഹാൻഡ് എഴുതി. ലോഗരിതം എന്താണെന്ന് കേട്ടവരൊന്ന് റൈസ് ഹാൻഡ് എഴുതി. യെസ്, വെരി ഗുഡ്. ഒന്ന് എടുത്തു ഒരാളെ. യെസ്, ആഘോഷ് പറവനെ. ലോഗരിതത്തെ കുറിച്ച് എന്തെല്ലാം കേട്ടിട്ടുണ്ട്? AI ഉണ്ടായിരുന്നു അല്ലേ ലോഗരിതം? യെസ്, ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടല്ലേ, ലോഗ്. യെസ്, ഓക്കെ. എന്താന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല, ഇല്ല. ഓക്കെ, യെസ്. അപ്പോൾ ബാക്കിയുള്ളവർ ഒരാളെ കൂടി വിളിക്കാം. നമുക്ക് എല്ലാവരും റീച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരാളെ കൂടി വിളിക്കാം. യെസ്, ലക്ഷ്മി പറമോളെ, ലോഗരിതത്തെ കുറിച്ച് എന്താ കേട്ടിട്ടുള്ളേ? ഓക്കെ. ലോഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. മൾട്ടിപ്പിൾസ് 9 അല്ല, ബേസ് 10 ഉണ്ട്, ബേസ് 2 ഉണ്ട്, ബേസ് E ഉണ്ട് കേട്ടോ. ഓക്കെ, അത് ഏത് ടൈപ്പിലും ലോഗരിതം നമുക്ക് ഉപയോഗിക്കാം. അടുത്തൊരാൾ
ആ കെനിത്ത്. യെസ് കെനിത്ത്, യെസ് കേട്ടിട്ടുണ്ടോ മോനെ? ആ യെസ്, എന്താ കേട്ടിട്ടുള്ള ലോഗരിതത്തെ കുറിച്ച്? എഴുതുന്നതാണ്. എക്സ്പോണൻസിന്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് കേട്ടോ. യെസ് ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി സാറ് പറയുന്നത് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളോട് ചോദിച്ചു, ഇപ്പം 8 എന്ന് പറയുന്നത് 2 എത്ര ക്യൂബാണ് അല്ലെ? 8 എന്ന് പറയുന്നത് 2 എത്ര ക്യൂബാണ്? സോറി 2 ക്യൂബാണ്. ഓക്കെ, അപ്പം 8 എന്ന് പറയുന്നത് 2 എത്ര പവറാണ് എന്ന് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ യൂഷ്വൽ കൺവെൻഷണൽ രീതി ഇതൊരു സ്മോൾ നമ്പർ ആയതുകൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ നടത്തും. 2 കൊണ്ട് 4 2, പിന്നെ അഗെയിൻ നമുക്ക് ആൻസർ 2 കിട്ടും. അപ്പം 2 × 2 × 2 ആണ് 8. സോ 2 ക്യൂബാണെന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? സാറ് പറഞ്ഞത് മനസ്സിലായോ? 8 എന്ന് പറയുന്നത് 2 എത്ര പവറാണ്? അത് 3 പവറാണ്. ഇസ് ഇറ്റ് ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇത് കണ്ടെത്താനുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് ലോഗരിതം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ലോഗരിതം. ഇവിടെ ബേസ് ആരാണ്? ഈ 2 ആണ് ബേസ് കേട്ടോ. 2 ആണ് ബേസ്, 3 ആണ് എക്സ്പോണൻറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ലോഗ് ഓഫ് ഏതാണ്? ലോഗ് ഓഫ് ആരാണ്? 8. 8ൻ്റെ ലോഗ് ടു ദ ബേസ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 എത്ര പവറാണ് 8? 2 എത്ര പവറാണ് 8? 3. ഈ എക്സ്പോണൻ്റ് ആണ് ഉത്തരം കിട്ടുക. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ നമ്മൾ 2 ക്യൂബ് 8 എന്ന് കണ്ടുപിടിച്ചത് റിവേഴ്സ് ചെയ്തിട്ട് പറയുന്നു 8നെ 2 എത്ര പവറാക്കി എടുക്കാം എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ലോഗരിതം എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? വിശദമാക്കാം, അടിപൊളിയായിട്ട് വിശദമാക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ആരംഭിക്കാം. നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതാണ്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ 10th പറഞ്ഞു ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പുതിയതായിട്ട് വേണ്ടേടാ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇത് കെമിസ്ട്രിയിൽ വരുന്നുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് കണ്ടുപിടിക്കാൻ. യെസ്, അതിന് ചെറിയൊരു ബ്രീഫായിട്ട് ഇത് ആരാ കണ്ടുപിടിച്ചത് എന്നുള്ളത്, എന്നാ കണ്ടുപിടിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി വിടുന്നു. ഓക്കെ, ഈ ലോഗരിതം കണ്ടെത്തിയ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ നാപ്പിയർ കേട്ടോ. ആരാണ്? ജോൺ നാപ്പിയർ. അതായത് 1614, 1616, അതായത് 17th സെഞ്ച്വറിയിലൊന്നും എന്തില്ല നമുക്ക് 17th സെഞ്ച്വറിയിലൊന്നും കാൽക്കുലേറ്ററുകളോ കമ്പ്യൂട്ടറുകളോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ആ സമയത്ത് നമുക്ക് ചില കോംപ്ലിക്കേറ്റഡ് മൾട്ടിപ്ലിക്കേഷനുകളും പവറുകളും ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി ഈ ലോഗരിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു വലിയ 2 നമ്പറുകൾ എന്ത് ചെയ്യണം? ഇപ്പം 2 3 4 5 × 1 9 2 6 ഇത് മൾട്ടിപ്ലൈ ചെയ്യണം, വലിയ നമ്പർ. അപ്പം അന്ന് കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നുമല്ല, ഇതിലും വലിയ നമ്പറുകളൊക്കെ എടുക്കാം. അപ്പം അതിനെ നമ്മൾ ലോഗരിതം എടുത്തുകൊണ്ട് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അഡീഷൻ ആക്കി മാറ്റും. ഓക്കെ, ലോഗ് 2 3 4 5 പ്ലസ് ലോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒരു ടൈപ്പ് ഓഫ് അഡീഷൻ ആക്കി മാറ്റി സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ്. കോംപ്ലിക്കേറ്റഡ് മൾട്ടിപ്ലിക്കേഷനുകളോ പവറുകളോ ഒക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്, അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു മെത്തേഡാണ് ഇത്. പക്ഷേ ഇത് ആൾ പഴയതാണെങ്കിലും നമ്മുടെ സിലബസിലൊന്നും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. പക്ഷേ എൻട്രൻസിനൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് ആകെ ലോഗ് എക്സ് എന്നുള്ളൊരു സാധനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിലും കേട്ടോ. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. നമ്മൾ എന്താണ് ലോഗരിതം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, ഓക്കെ യെസ്. അപ്പോൾ എഴുതിക്കോളൂ, ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, അടുത്ത് യെസ്. ഇപ്പോൾ ലോഗരിതം ഫോർമുല നോക്കട്ടോ. സപ്പോസ് അല്ലെങ്കിൽ ലെറ്റ് എഴുതി വെച്ചോളൂ. ലെറ്റ് a⁻x = b ആണെന്ന് വിചാരിക്കുക. a⁻x = b ആണ്. ഓക്കെ, a⁻x = b ആണ്. അങ്ങനെയെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ലോഗരിതം ഓഫ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ, ലോഗരിതം ഓഫ് ബി, ഇതാണ് ബേസ് അറിയാലോ, ഇതാണ് ബേസ് അല്ലേ, ഇതാണ് നമ്മുടെ ബേസ്
ടു ദ ബേസ് എ, ഇവിടെ താഴെയാണ് ബേസ് എഴുതുന്നത് കേട്ടോ, താഴെ എഴുതുന്നതാണ് ബേസ് കേട്ടോ. ടു ദ ബേസ് എ ഇസ് ഈക്വൽ ടു എക്സ്. ഒന്നുമില്ല, എക്സാമ്പിൾ ഞാൻ പറയാം അപ്പോൾ മനസ്സിലാകും. നോക്കുക, വി നോ ദാറ്റ് 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. സോ വി ക്യാൻ സേ ദാറ്റ് ബേസ് എന്താണ്? 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലോഗരിതം ഓഫ് 100 ടു ദ ബേസ് 10, ലോഗരിതം ഓഫ് ബി ടു ദ ബേസ് എ, ലോഗരിതം ഓഫ് 100 ടു ദ ബേസ് 10 ഇസ് ഈക്വൽ ടു 2 എന്ന് പറയാം. ക്ലിയർ ആയോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പോൾ എന്താ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ലോഗ് 10 ടു ദ ബേസ് 100 എന്ന് പറഞ്ഞാൽ 10ൻ്റെ എത്ര പവറാണ് 100. സിമിലർലി വാട്ട് എബൌട്ട് ലോഗരിതം ഓഫ് 9 ടു ദ ബേസ് 3? 3യുടെ എത്ര പവറാണ്? 9? ഇറ്റ് ഈസ് എന്താണ്? 2 ആണ്. ബിക്കോസ് 3 സ്ക്വയർ 9 ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ലോഗരിതം ഓഫ് 16 ടു ദ ബേസ് 2 എന്ന് പറഞ്ഞാൽ 2നെ എത്ര പവർ എടുത്താൽ 16 കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 2⁴ ആണ് 16 എന്നറിയാം. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എന്തെഴുതാം? നമുക്ക് 4 എന്ന് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, യെസ്. അപ്പം നമുക്ക് 2 എന്താ കാരണം? 2⁴ 16 ആയതുകൊണ്ട് കേട്ടോ. അപ്പം ഇത് ചില ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾക്ക് വരും. എസ്പെഷ്യലി കെമിസ്ട്രിയിൽ വരുന്നത് നമ്മൾ ഒരു ഹൈഡ്രജൻ അയോൺസിൻ്റെ അസിഡിക് സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. പിന്നെ നമ്മൾ ഒരുപാട് അധികം ഉപയോഗിക്കുന്ന മറ്റൊരു മേഖല ഈ റിക്ടർ സ്കെയിൽ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഭൂമികുലുക്കം മെഷർ ചെയ്യുന്ന റിക്ടർ സ്കെയിൽ, അതൊക്കെ ലോഗരിതം ഉപയോഗിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ലോഗരിതം ഉപയോഗിച്ചിട്ടാണ് കണ്ടെത്തുന്നത്. അത് ഞാൻ വിശദമാക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് മാത്രം പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം എല്ലാവരും എക്സാമിന് തയ്യാറാവുക, പാരൻസിനെ വിളിച്ച് അടുത്തിരുത്തുക. ഓക്കെ, യെസ്.